Hello dears, welcome to ACS online class. നമ്മൾ പഠിച്ചതിന്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കാം. പേജ് നമ്പർ 64 എടുത്തേ. പസിൽ ഈസ് ഇറ്റ് ഈക്വൽ? മിസ് പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരുടെ IQ ലെവൽ വർദ്ധിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ചിന്തിച്ചോ എല്ലാവരും? ഇത്രയും കണ്ടുപിടിക്കാൻ സാധിച്ചോ? Amini says half of half and 1/3 of 3/4 are equal. Do you agree? How will you show this? നമ്മൾ പറയുന്നത് എന്താണ്? പകുതിയുടെ പകുതി എന്താണ്? 3/4 1/3. 3/4 എന്ന് വെച്ചാൽ എന്താണ്? ക്വാർട്ടർ എന്ന് വെച്ചാൽ 1/4 ആണ്. 3/4 എന്ന് വെച്ചാൽ എന്താണ്? 3/4. ആ 3/4 1/3 ഈക്വൽ ആണ് എന്നാണ് അമ്മിനിയുടെ വാദം. അത് ശരിയാണോ? അത് ശരിയാണെങ്കിൽ എങ്ങനെ അത് തെളിയിക്കും എന്നാണ് ചോദ്യം. നമുക്കറിയാം അമ്മിനി പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് പടം ഒന്ന് വരച്ചു നോക്കാം. ഒരു ബോക്സ്, സ്ക്വയർ, അതിന്റെ പകുതി അല്ലെ? പകുതി. ആ പകുതിയുടെ പകുതി എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെയും ആ ഒരു പകുതി ഭാഗത്തിന് നമ്മൾ ആ സർക്കിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, ബ്ലൂ കളർ സർക്കിളിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആ പകുതിയെ പിന്നെയും സ്പ്ലിറ്റ് ചെയ്ത് ഒരു ഭാഗമാക്കി അല്ലെ? ആ ഒരു ഭാഗം, ആ പകുതിയുടെ പകുതി അല്ലെ? പകുതിയുടെ പകുതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭാഗമായിരിക്കും അല്ലെ? ഈ പകുതി ഭാഗത്തിന്റെ പകുതി എന്ന് പറഞ്ഞാൽ ഈ ഭാഗമായിരിക്കും അല്ലെ? ആ പകുതിയുടെ പകുതി എന്ന് പറയുന്നത് എന്താണ്? 3/4 1/3 തുല്യമാണ് എന്നാണ്. 3/4 3/4 അതെങ്ങനെ വരയ്ക്കാൻ സാധിക്കും? കണ്ടില്ലേ? 3/4 4ആക്കി സ്പ്ലിറ്റ് ചെയ്ത് 3 ഭാഗം ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഫ്രാക്ഷൻ ആണ് 3/4. ആ 3/4 1/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3/4 1/3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഭാഗം മാത്രം അല്ലെ? ഈ ഫിഗർ ഏകദേശം ഒന്നല്ലേ? ഒരു ഭാഗം മാത്രമാണ് കളർ ചെയ്തേക്കുന്നത്. അപ്പോ ഈ പകുതിയുടെ പകുതി എന്ന് പറയുന്നത് 3/4. 3/4 വെച്ചിട്ട് ഫ്രാക്ഷൻ 3/4 അല്ലെ? 3/4. 3/4 ഒരു ഭാഗം. ഈ 3 ഭാഗം മാത്രം നോക്കിക്കേ, 3ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു. അതിൽ ഒരു ഭാഗത്തിന്റെ ഫ്രാക്ഷൻ എന്താണ്? 1/3. അതിനോട് തുല്യമല്ലേ എന്നാണ് ചോദ്യം. സത്യമല്ലേ? സത്യമല്ലേ? ആ 3 ഭാഗം മാത്രം നോക്കുകയാണെങ്കിൽ ആ 3 ഭാഗത്തിന്റെ മാത്രം 1/3 തുല്യമായിട്ടാണ് ഈ പകുതിയുടെ പകുതി. സത്യമല്ലേ? പകുതിയുടെ പകുതി എന്ന് പറഞ്ഞാൽ 1/2 × 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഓഫ് 3/4. നമുക്ക് ഞാൻ പറഞ്ഞ സെന്റൻസ് നമുക്ക് നമ്പർ ഫോർമാറ്റിൽ ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. പകുതിയുടെ പകുതി, ആ പകുതിയെ പിന്നെയും പകുതിയാക്കാം. പകുതിയുടെ പകുതി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 × 1 1 ആണ്. 2 × 2 എന്താണ്? 4 എന്താണ്? പകുതിയുടെ പകുതി എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4. പിന്നെ അതിന് 1/3 ഓഫ് 3/4. 3/4 1/3. 1/3 എന്ന് വെച്ചാൽ എന്താണ്? 1/3 ഇൻറ്റു 3/4 വെച്ചാൽ എന്താണ്? 3/4. ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാം? ഈ 3യും 3യും വെട്ടിപ്പോകും. ബാക്കി എന്ത് മിച്ചമുണ്ട്? 1/4 മിച്ചമുണ്ട് അല്ലെ? 1/4. ഇപ്പൊ പകുതിയുടെ പകുതി എന്ന് പറയുന്നത് എന്താണ്? 1/4 അല്ലെങ്കിൽ തുല്യമാണ്. ഈ 1/3 3/4 1/3 തുല്യമാണ്. 1/4 1/4 ഈക്വൽ അല്ലേ? അത് ഫിഗർ വൈസും തെളിയിക്കാൻ പറ്റി, നമ്പർ വൈസും തെളിയിക്കാൻ പറ്റി അല്ലേ? ഒരു പസിലാണ്. വളരെ ഗാഢമായിട്ടൊന്നും എല്ലാവരും കൺഫ്യൂഷൻ അടിക്കേണ്ട. പക്ഷെ നിങ്ങൾ എല്ലാവരും സ്വന്തമായിട്ട് ചിന്തിച്ചെടുക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. From a part to the whole. Okay, this is shown എന്താണ്? ഇത് ഫ്രാക്ഷൻ തന്നിരിക്കുന്നത്. നിങ്ങൾ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ ഫിൽ ചെയ്ത് കൊടുക്കണം. This is shown 1/5 petal of a flower. Okay, അപ്പൊ 1/5 ആ ഒരു ഭാഗത്തെ മാത്രം എന്താണ്? ഒരു 5 ഭാഗം ഉണ്ടാകും. അതിൽ ഒരു ഭാഗം മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. Complete the flower by drawing the other petals. ആ ബാക്കി പെറ്റൽസ് എല്ലാം വരച്ചു കൊടുത്ത് ആ ഫ്ലവറിനെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ടോട്ടൽ എത്ര പെറ്റൽസ് ഉണ്ടായിരിക്കും? ടോട്ടൽ ആ ക്വസ്റ്റ്യന് തന്നേക്കുന്നത് ഉൾപ്പെടെ 5 പെറ്റൽസ് ഉണ്ട്. ഒരെണ്ണം ഓൾറെഡി തന്നിട്ടുണ്ട്. ബാക്കി 4 പെറ്റൽസ്, 4 ഇതളുകൾ ഇതുപോലെ തന്നെ ഷേപ്പിൽ നിങ്ങൾ പെൻസിൽ ഉപയോഗിച്ച് വരച്ചു കൊടുക്കുക. അപ്പോൾ ആ കളർ ചെയ്തേക്കുന്ന ആ ടെക്സ്റ്റിൽ തന്നേക്കുന്ന ആ ഒരു ഭാഗത്തിന്റെ മാത്രം ഫ്രാക്ഷൻ എന്താണ്? 1/5. ശരിയല്ലേ? നമുക്കൊരു ഫ്രാക്ഷൻ തന്നിരിക്കുക, ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ ബാക്കി ഹോൾ ഫിഗർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 2. The picture shows 1/3 of the blades of a fan. എന്താണ്? ഫാനിന്റെ ഒരു ബ്ലേഡ് അല്ലെ? 1/3 3 ബ്ലേഡ്സ് ഉണ്ട്. അതിൽ ഒരു ഭാഗം കൊടുത്തിരിക്കുകയാണ്. Complete the picture by drawing the other blades. അപ്പൊ മറ്റ് ബ്ലേഡ്സ് എല്ലാം വരച്ചിട്ട്
ആ ഫിഗർ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, മറ്റ് 2 പ്ലേറ്റ്സ് വരച്ചു കൊടുക്കണം. അപ്പൊ ടോട്ടൽ 3 പ്ലേറ്റ്സ് ആയി. ഒരു പ്ലേറ്റിന്റെ ഫ്രാക്ഷൻ 1/3 അല്ലെ, ഓരോ പ്ലേറ്റിന്റെ ഫ്രാക്ഷൻ 1/3. ഇനി അടുത്തത് 3. Half of the plates of another fan are shown here. Okay, അപ്പൊ മൂന്നാമത്തെ ചിത്രം നോക്കിക്കേ, താഴത്തെ ആ ഫാൻ നോക്കിക്കേ. ആ ഫാനിന്റെ പകുതി പ്ലേറ്റ്സിന്റെ 2 പ്ലേറ്റ്, പകുതി പ്ലേറ്റ്സ് ചിത്രം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ബാക്കി പ്ലേറ്റ്സ് നിങ്ങൾ വരച്ചു കൊടുക്കുക. പകുതി ഉണ്ട്, പകുതി എന്ന് പറഞ്ഞാൽ എന്താണ്, 2 എണ്ണം. അപ്പൊ ടോട്ടൽ എത്ര എണ്ണം കാണണം, എത്ര പ്ലേറ്റ്സ് ഉണ്ടാവും, 4 പ്ലേറ്റ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങൾ 2 എണ്ണം കൂടെ അതേപോലെ വരച്ചു കൊടുക്കുക. Complete the picture by drawing the other half. How many plates have you drawn? നിങ്ങൾ എത്ര പ്ലേറ്റ്സ് വരച്ചു? 2 പ്ലേറ്റ്സ് വരച്ചു അല്ലെ. പകുതി പ്ലേറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു, ബാക്കി പകുതി നിങ്ങൾ വരച്ചു കൊടുക്കുക. പകുതി പ്ലേറ്റ് നമുക്ക് കൗണ്ട് ചെയ്യാം. 2 പ്ലേറ്റ്സ് ഉണ്ടായിരുന്നു, ബാക്കി 2 പ്ലേറ്റ്സ് നിങ്ങൾ വരച്ചു കൊടുക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റുപ്പീസ് ആൻഡ് പൈസ. How many 50 പൈസ will make 1 rupee? നമുക്കറിയാം 1 rupee എന്ന് പറഞ്ഞാൽ എത്ര പൈസയാണ്? 100 പൈസ. 1 rupee എന്ന് പറഞ്ഞാൽ എത്ര പൈസയാണ്? 100 പൈസ. ഓക്കെ, ആ 100ന്റെ പകുതിയാണ് എന്ത്? 50. അപ്പോൾ എത്ര 50 റുപ്പീസ് വേണം 1 രൂപയാകാനായിട്ട്? 2 50 പൈസ. സോറി, എത്ര 50 പൈസ വേണം 1 രൂപയാകാൻ വേണ്ടി? 2 50 പൈസ വേണം അല്ലെ. 100നെ സ്പ്ലിറ്റ് ചെയ്താൽ 50 പൈസ പ്ലസ് 50 പൈസ. ഓക്കെ, അതല്ലേ 100 പൈസ എന്ന് പറഞ്ഞപ്പോ അതല്ലേ 1 രൂപ. അപ്പൊ 2 50 പൈസ വേണം 1 രൂപയാകാൻ അല്ലെ. അപ്പൊ അവിടെ എല്ലാവരും എഴുതിക്കേ. How many 50 പൈസ will make 1 rupee? 250 പൈസ എന്ന് എഴുതുക. ഇനി ഈ 50 പൈസ ഹാഫ് ഓഫ് 1 rupee, 1 രൂപയുടെ പകുതിയാണോ? 1 രൂപ എന്ന് പറഞ്ഞാൽ 100 പൈസ, 100ന്റെ പകുതി അല്ലേ 50. അപ്പൊ 1 രൂപയുടെ പകുതിയാണോ 50 പൈസ? ശരിയാണ് അല്ലെ. അവിടെ യെസ് എന്ന് എഴുതുക. ഇനി how many 25 പൈസ will make 1 rupee? എത്ര 25 പൈസയാണ് 1 rupee മേക്ക് ചെയ്യുന്നത്? നമുക്ക് കണ്ടുപിടിക്കാം 25 പൈസ. അപ്പോ നമുക്കറിയാം 100 പൈസയാണ് 1 rupee. അപ്പൊ 100/25 എത്ര കിട്ടും? 100 പൈസ ബൈ 25 പൈസ അല്ലെങ്കിൽ 1 rupees/25 പൈസ is equal to 100 പൈസ ബൈ 25 പൈസ. ഒരേ യൂണിറ്റ് ആക്കി കൊടുത്തു. 1 rupeesനെ പൈസയിലോട്ട് കൺവേർട്ട് ചെയ്തു. എന്താണ് 100 പൈസ ബൈ 25 പൈസ ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 4 എന്ന് കിട്ടും. അപ്പൊ എത്ര 25 പൈസ കൂടുമ്പോഴാണ് എന്ത് 100 ആവുന്നത്? 4 25 പൈസ. നമുക്കറിയാം, ഇവിടെ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. 50 നമുക്ക് 25 പൈസ പ്ലസ് 25 പൈസ എന്നാക്കാം. ഈ 50 നമുക്ക് 25 പൈസ പ്ലസ് 25 പൈസ എന്നറിയാം. അപ്പം ടോട്ടൽ 4 25 പൈസ വേണ്ടി വന്നു 1 രൂപയാകാൻ അല്ലേ. അപ്പൊ 100 പൈസ ബൈ 25 പൈസ = 4 ഉത്തരം കിട്ടി. അപ്പൊ 4 25 പൈസയാണ് 1 രൂപ മേക്ക് ചെയ്യുന്നത്. 25 പൈസ ഈസ് ഡാഷ് പാർട്ട് ഓഫ് 1 rupee. എന്താണ് 25 പൈസ എന്ന് പറയുന്നത്? എത്ര പാർട്ടാണ്? എന്താണ് 25 പൈസ എന്ന് പറയുന്നത്? 1 രൂപയുടെ എത്ര പാർട്ടായിട്ട് വരും? 1/4. ഓക്കെ, 1/4 എന്ന് എഴുതുക. എല്ലാവരും എഴുതിക്കുക 1/4. 100 എന്താണ് 25 = 4 എന്നല്ലേ കിട്ടുന്നത്. അപ്പൊ 25 പൈസ എന്ന് പറയുന്നത് എത്ര ഭാഗമാണ്? 1/4 = 25. സത്യമല്ലേ, 1 രൂപയുടെ 4 ഭാഗമാണ് 25. 1/4 ഇത് 1 rupee അല്ലേ. 1 rupee 1/4 = 25 പൈസ അല്ലെ. 1 രൂപയുടെ 1/4 ഭാഗമാണ് 25 പൈസ. ക്വാർട്ടർ ഭാഗമാണ് 25 പൈസ. 20 പൈസ ഈസ് ഡാഷ് പാർട്ട് ഓഫ് 1 rupee. 20 പൈസ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 രൂപയുടെ എത്ര ഭാഗമാണ്? കണ്ടുപിടിക്കാം. 100 / 20 ചെയ്ത് നോക്കി ഉത്തരം എന്ത് കിട്ടും? 5. അപ്പോ 1/5 ഭാഗമാണ് എന്ത് 20 പൈസ എന്ന് പറയുന്നത്. 1 രൂപയുടെ 1/5 ഭാഗമാണ്. ഇത് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. 100 പൈസ ബൈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? 20 പൈസ. ഉത്തരം എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക, 1/, എടുക്കുക. അപ്പൊ അതാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള ഉത്തരം വരുന്നത്. 20 പൈസ എന്ന് പറയുന്നത് 1/5 പാർട്ട് ഓഫ് 1 rupee. ഓക്കെ, 1 rupeeയുടെ 1/5 പാർട്ട് ആണ്. ഓക്കെ, how many 10 പൈസ will make 1 rupee? എത്ര 10 പൈസയാണ് 1 രൂപ മേക്ക് ചെയ്യുന്നത്? നമുക്കറിയാം 10 പ്ലസ് സൈഡിലോ കൊടുത്തിട്ടുണ്ട്. 10 + 10% 10 10 rupees ആണ് 1 rupee മേക്ക് ചെയ്യുന്നത് അല്ലെ.
10 പൈസയാണ് 1 രൂപ മേക്ക് ചെയ്യുന്നത്. 10 പൈസ കൂടുമ്പോൾ 100 പൈസയാവും. സത്യല്ല, 10 + 10 + 10 + അങ്ങനെ 10 എണ്ണം കൂടുമ്പോൾ 100 പൈസയാവും. 100 പൈസ എന്ന് പറയുന്നത് 1 രൂപയാണ്. അപ്പൊ അവിടെ എഴുതിക്ക് how many 10 പൈസ will make 1 rupee. എത്ര 10 പൈസ മേക്ക് ചെയ്യും? 1 രൂപ എത്ര 10 പൈസ കൂടുമ്പോഴാണ്? 10. 10 നമ്പർ ഓഫ് 10 പൈസ ഉണ്ടെങ്കിൽ 100 പൈസ. 100 പൈസ എന്ന് വെച്ചാൽ 1 രൂപയാണ് അല്ലേ? അപ്പോൾ ഇവിടെ എഴുതിക്ക് 10. So 10 paisa is dash part of 1 rupee. അപ്പോൾ 10 പൈസ എന്ന് പറയുന്നത് 1 രൂപയുടെ എത്ര ഭാഗമാണ്? 100 divided by 10. എന്താണ്? 10 ഉത്തരം കിട്ടും. റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ 1/10th part. അപ്പോൾ 10 പൈസ എന്ന് പറയുന്നത് എന്താണ്? 1/10th part of 1 rupee. ഓക്കെ, മനസ്സിലാവുന്നത് എല്ലാവർക്കും? ഉത്തരം ആ എന്താണ് ഈ 25 പൈസ എന്ന് പറയുന്നത് 1 രൂപയുടെ എത്ര ഭാഗമാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? 100/25 ചെയ്യുക. ഉത്തരം എന്ത് കിട്ടും? 4 എന്ന് ഉത്തരം കിട്ടും. ആ 4 റെസിപ്രോക്കൽ എടുക്കുക. അപ്പൊ 1/4 പാർട്ട് ഉത്തരമായി 1/4. 20 പൈസയുടെ കാര്യമായി ചോദിച്ചെങ്കിലോ 100/25 ചെയ്യുക. ഉത്തരം എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. ആ 5 റെസിപ്രോക്കൽ എടുക്കുക. 1/5. 1/5 പാർട്ട് എന്ന് എഴുതി. ഓക്കെ, എളുപ്പമല്ലേ? ഇനി അടുത്തൊരു കഥയാണ്. ഒരു മാത്സിന്റെ ഒരു കഥയാണ്. അത് എന്താ, നിങ്ങൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ജസ്റ്റ് അത് പ്രോബ്ലമാറ്റിക് ആയിട്ട് സോൾവ് ചെയ്യേണ്ട ഒരു കഥയൊന്നുമല്ല. ജസ്റ്റ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഓക്കെ, ആൻഡ് ഓൾ വുമൻസ് വിൽ എന്താണ്? ഒരു വൃദ്ധയായ സ്ത്രീയുടെ വിൽപത്രം. വൺസ് there lived an old woman. ഒരു വളരെ എന്താണ് പ്രായമുള്ള ഒരു ഓൾഡ് വുമൻ ജീവിച്ചിരുന്നു. She lived with her 3 daughters. എന്താണ്? 3 മക്കളുടെ പെൺമക്കളുടെ കൂടെയാണ് ആ വൃദ്ധയായ സ്ത്രീ ജീവിച്ചിരുന്നത്. She was quite rich and had 19 camels. എന്താണ്? ആ വൃദ്ധയായ സ്ത്രീ ഭയങ്കര ധനികയായിരുന്നു അല്ലെ? 19 camels ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു. One day she fell ill. എന്താണ്? ഒരു ദിവസം അവർക്ക് തീരെ പ്രായമായതല്ലേ, തീരെ വയ്യാണ്ടായി. The daughters called the doctor. എന്താണ്? ഡോക്ടേഴ്സ് മക്കൾ എല്ലാവരും കൂടെ പെൺമക്കൾ എല്ലാവരും കൂടെ ഡോക്ടറിനെ വിളിച്ചു. അവർക്ക് വയ്യാതിരിക്കുകയല്ലേ, ഡോക്ടറിനെ വിളിച്ചു. The doctor tried his best but could not save the woman. പക്ഷെ ഡോക്ടർ വന്നിട്ട് എന്താണ്? ഒരുപാട് ശ്രമിച്ചു, രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു, പക്ഷെ പറ്റിയില്ല, അവർ മരിച്ചുപോയി. After her death, the doctors read what she had written in her will. എന്താണ്? ഈ വൃദ്ധയായ സ്ത്രീ മരിച്ചതിന് ശേഷം അവിടെ 3 പെൺമക്കളോട് അവർ എഴുതി വെച്ച വിൽപത്രം നോക്കുകയാണ്. My eldest daughter will get 1/2 of my camels. എന്താണ്? എന്റെ മൂത്ത പെൺകുട്ടിക്ക് എന്താണ്? എന്റെ ഒട്ടകങ്ങളുടെ പകുതി ഒട്ടകങ്ങളെ കൊടുക്കണം. My second daughter will get 1/4 of my camels. എന്താണ്? എനിക്കുള്ള ഒട്ടകങ്ങളുടെ 1/4% ഒട്ടകങ്ങൾ എന്താണ്? എന്റെ രണ്ടാമത്തെ പെൺമകൾക്ക് കൊടുക്കണം. My third daughter will get 1/5 of camels. എന്താണ്? എന്റെ ഇളയ കുട്ടിക്ക് 19ന്റെ 1/5 ഭാഗം കൊടുക്കണം. മൂത്ത ആൾക്ക് എന്താണ്? 19 ക്യാമൽസ് ഉണ്ടെങ്കിൽ അതിന്റെ പകുതി. രണ്ടാമത്തെ ആൾക്ക് എന്താണ്? 19 ഒട്ടകങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ 1/4. മൂന്നാമത്തെ ആൾക്കോ 19 ഒട്ടകങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ 1/5 ഭാഗങ്ങൾ കൊടുക്കണം. ഓക്കെ, the daughters were really puzzled. ഇവരൊക്കെ ഭയങ്കര ആശയക്കുഴപ്പത്തിലിരിക്കുകയാണ് ഈ മക്കളെല്ലാവരും. How can I get 1/2 of my camels? ഞാൻ എങ്ങനെയാണ് ഈ 19 ക്യാമൽസിന്റെ പകുതി എടുക്കുന്നത്? നമുക്കറിയാം 19ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എന്താണ്? 9 9.5 അല്ലെ? 9 പകുതി 9 2 18 അല്ലെ? അപ്പൊ പകുതി 9.5 വരും. ഈ 9 ഒട്ടകങ്ങളും പിന്നെ ഒരു ഒട്ടകത്തിന്റെ പകുതിയും എങ്ങനെ എടുക്കും? ജീവനുള്ള വസ്തു അല്ലേ, അതിന് പകുതിയായിട്ട് മുറിക്കാൻ പറ്റുമോ? ഇല്ല. Half of 19 is 9.5. കണ്ടില്ലേ? 19ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എന്താണ്? 9.5 ആണ്. 9ഉം പകുതിയുമാണ് അല്ലെ? 9 തന്നെ എടുക്കാം. ഓക്കെ, ബാക്കി 10ാമത്തിന്റെ പകുതി ഒട്ടകത്തിന് എങ്ങനെ എടുക്കും? ഓക്കെ, but we can't cut the camel. നമുക്ക് ഒട്ടകത്തിനെ മുറിക്കാൻ പറ്റുമോ? മുറിച്ച ഒട്ടകം എന്താണ്? ചത്തുപോകും അല്ലെ? The second daughter said. നമ്മളിപ്പോ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ മകള് പറയാണേ, 19ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 9.5 ആണ്. അതിനെ നമുക്ക് ഒട്ടകത്തിനെ നമുക്ക് എന്താണ് പകുതിയായി കട്ട് ചെയ്യാൻ സാധിക്കില്ല. നമ്മളിപ്പോ ഇനി എന്ത് ചെയ്യും? That is right. But what will we do now? Asked the third daughter. സത്യമാണ്, പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം എന്ന് മൂന്നാമത്തെ പെൺമകള് പറയാണ്. Just then they saw their aunt coming.
The daughters told her their problem. എന്താണ് അവരെ കണ്ടു, അവിടെ ഒരു ആണ്ടി അതുവഴി പോകുന്നത് കണ്ടു. അപ്പൊ ഈ 3 പെൺമക്കളോട് എന്താണ് ഈ ആന്റിയോട് കാര്യം പറയാണ്, എങ്ങനെ ഞങ്ങൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യും, ഡിവൈഡ് ചെയ്യും എന്നുള്ള ആശങ്ക ആന്റിയോട് പറയാണ്. ഷോ മി ദ വിൽ, ഐ ഹാവ് എൻ ഐഡിയ, യു ടേക്ക് മൈ ക്യാമറ. എന്താണ് നിങ്ങൾ ആ വിൽപത്രം ഇനി ഒന്ന് കാണിച്ചേ, ആ അമ്മ എഴുതി വെച്ച വൃദ്ധയായ സ്ത്രീ എഴുതി വെച്ച വിൽപത്രം ഇനി ഒന്ന് കാണിച്ചേ, ഞാനത് നോക്കട്ടെ, എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, ഞാൻ യു ടേക്ക് മൈ ക്യാമറ, എന്റെ കയ്യിലുള്ള ആന്റി പറയാണ് എന്റെ കയ്യിലുള്ള ആ ഒട്ടകം നിങ്ങൾ എടുത്തോളൂ, സോ ദാറ്റ് യു ഹാവ് 20 ക്യാമറസ്. അതുകൊണ്ട് നിങ്ങൾക്ക് മൊത്തമായിട്ട് 20 ക്യാമറസ് ഉണ്ടാവും. Now you can divide them as your mother wanted. ഈ 20 ഒട്ടകങ്ങളെ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഒട്ടകത്തെ അമ്മ വിൽപത്രത്തിൽ എഴുതിയ പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒട്ടകങ്ങളെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, the aunt said. അപ്പൊ ആണ്ടിന്റെ കയ്യിലുള്ള ആ ഒട്ടകത്തിനെ കൂടെ കൊടുത്ത് ടോട്ടൽ 20 ക്യാമറസ് ആയി. ആ 20യെ അമ്മ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും തുല്യമായിട്ട് ഡിവൈഡ് ചെയ്തെടുത്തോളൂ എന്ന് പറയും. ആന്റി പറയും, you want half of the cameras, do you take 10 cameras? Okay, അപ്പം ഈ ടോട്ടൽ ഇപ്പോ ആണ്ടി കൊടുത്ത ഒട്ടകം കൂടെ ചേർത്തിട്ട് മൂത്ത കുട്ടിക്ക് എന്തായി 20 × 1/2. 20ന്റെ പകുതി എത്ര ഒട്ടകങ്ങൾ കൊടുത്തു? 10 cameras അല്ലെ. രണ്ടാമത്തെ ഇനം 20 × 1/4. സത്യല്ല, അപ്പൊ എത്ര എണ്ണമായി? 5. 20 × 1 20, 20/4 എന്താണ്? 5. മൂന്നാമത്തെ ആൾക്ക് 20 × 1/5. 20 × 1 20, 20/5 that is equal to 4. അപ്പൊ മൂത്ത ആൾക്ക് 10, രണ്ടാമത്തേന് 5, മൂന്നാമത്തേന് 4 കിട്ടിയല്ലേ? ഓക്കെ, now you want half of the cameras, do you? അല്ല, നിനക്ക് മൂത്ത ആളോട് ചോദിക്കും നിനക്ക് പകുതിയല്ലേ വേണ്ടത്, അങ്ങനെയെങ്കിൽ നീ 10 take 10 cameras, നീ 10 ക്യാമറസിനെ എടുത്തോളൂ. She said the eldest daughter. She said to the eldest daughter, മൂത്ത കുട്ടിയുടെ 10 എടുത്തോളാം പറയും. Take your share. The aunt told the second daughter, നിന്റെ ഷെയർ നീ എടുത്തോളൂ എന്ന് രണ്ടാമത്തെ പെൺമകളോട് പറയും. She took 1/4 of the camel and got, എന്താണ് രണ്ടാമത്തെ കുട്ടി 20 × 1/4 ചെയ്ത് നോക്കും. അപ്പൊ എന്ത് കിട്ടും? 5 camels. 5 camels എടുത്തോണ്ട് അവിടെ എഴുതിക്ക് എല്ലാവരും 20 × 1/4 that is equal to 5. അപ്പൊ 5 camels എടുത്തോണ്ട് രണ്ടാമത്തെ ആള്. മൂന്നാമത്തേതോ you can take 1/5 of the camels. മൂന്നാമത്തെ ആളോട് ആന്റി പറയും നിനക്ക് 1/5 എടുക്കാം, 20യുടെ 1/5 എടുക്കാം. The aunt told the third daughter, she got 20 × 1/5 is equal to 4 camels. അവിടെ എഴുതിക്ക് 20 × 1/5 is equal to 4 camels. മൂന്നാമത്തെ ആള് 4 ഒട്ടകങ്ങൾ എടുത്തു. The daughters were very happy and counted their camels. എന്താണ് അപ്പൊ ഈ 3 പെൺമക്കൾക്കും ഒട്ടകത്തെ ഒന്നും കീറി മുറിക്കാതെ തുല്യമായിട്ട് അമ്മയുടെ വിൽപത്ര പ്രകാരം എന്താണ് ക്യാമൽസിനെ ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റിയല്ലേ? അപ്പൊ കിട്ടിയ ക്യാമൽസിനെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. 10 + 5 എന്താണ് 15. 15 + 4 എന്താണ് 19. സത്യല്ലേ? 19. ഇപ്പയോ 10 + 5, 5 + 4 എന്താണ് 19. അപ്പൊ അമ്മയ്ക്ക് ആദ്യം എത്ര, ആ വിദ്യാസ്ത്രീക്ക് ആദ്യം എത്ര ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു? ടോട്ടൽ 19 ഉണ്ടായിരുന്നു. അത് എന്താണ് അപ്പൊ ആന്റിയുടെയും കൂടെ ചേർത്ത് 20 ആക്കിയാൽ 20 ആണ് നമ്മളെല്ലാം ഡിവൈഡ് ചെയ്ത് മക്കൾക്കെല്ലാം വീതിച്ചു കൊടുത്തത് അല്ലെ? അപ്പൊ എന്ത് ചെയ്തു? ഇതിന് ആന്റി പറയാണ് the one remaining is mine. ഒരെണ്ണം മിച്ചമുള്ളത് എന്താണ്? ഇതാണ് 10 + 5 + 4 എന്താണ് 9. അവിടെ എഴുതിക്ക് എല്ലാവരും 10 + 5 + 4 is equal to 19. the one remaining is mine. അപ്പൊ ആ ഒരെണ്ണം മിച്ചമുള്ളത് എന്താണ്? അത് എന്റേതാണ്. said the aunt and took her camel away. ആ ആന്റി കൊടുത്ത ആ ഒട്ടകത്തെ തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് നമുക്ക് പോയി അല്ലേ? how did this happen? Discuss. ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? നമ്മളാദ്യം 19 × 1/2 ചെയ്യുമ്പോൾ നമുക്ക് ഫ്രാക്ഷൻസ് വരും. അപ്പോഴൊന്നും നമ്മൾ എന്താണ് നമുക്ക് എക്സാക്ട് ആയിട്ട് ക്യാമൽസിനെ ഡിവൈഡ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ 20 വെച്ച് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. ടോട്ടൽ 19 ക്യാമൽസിനെ ഡിവൈഡും ചെയ്തു. ആന്റി കൊടുത്ത ആ ഒരു ക്യാമലിനെ ആന്റി തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു അല്ലെ? അതാണ് മാത്സിന്റെ ട്രിക്ക് എന്ന് പറയുന്നത്. നമ്മളിപ്പോ അപ്പോ ആ ആന്റിയുടെ കയ്യിലുള്ള ആ ഒരു കൊടുത്ത ഒട്ടകത്തെ തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയല്ലേ? ഇതെങ്ങനെ സംഭവിച്ചു? മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് 19 നമ്മൾ ഡിവൈഡ് ചെയ്ത് 1/2 ആക്കാനും 1/4 ആക്കാനും 1/5 ആക്കാനും ശ്രമിച്ചാൽ അത് ഇമ്പോസിബിൾ ആണ്. ഒരു ജീവനുള്ള വസ്തുവിനെ അങ്ങനെ നമുക്ക് ഫ്രാക്ഷൻ ആക്കി അല്ലെങ്കിൽ 0.5 ഹാഫ് ആക്കിയിട്ട് നമുക്ക് വെട്ടിമുറിച്ച് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല അല്ലെ? പക്ഷെ 20 ആക്കിയാൽ എന്താണ് ആ സ്ഥാനത്ത് നമുക്ക് തുല്യമായിട്ട് ആ ഉള്ള ക്യാമൽസിനെല്ലാം ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും അല്ലെ?
ഒന്നിനെ നമുക്ക് കൊല്ലാതെ അവർക്ക് പകുതിയാക്കാതെയൊക്കെ കറക്റ്റ് ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ 19 പകരം 20 ഉപയോഗിച്ച് ചെയ്താൽ എല്ലാം ശരിയാവും അല്ലെ. മാത്സ് അങ്ങനെയാണ്. മാത്സിന് കുറച്ച് ട്രിക്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് കഥയാണ്, ജസ്റ്റ് ലോജിക് ആയിട്ട് ചിന്തിച്ചു നോക്കുക. അത്രയേ ഉള്ളൂ ആ കാര്യങ്ങളെല്ലാം. ഇനി Arun's timetable. Sleeping 1/3 of a day. Use different colors to show. എന്താണ് അരുൺ ഒരു ദിവസം ഉറങ്ങുന്നതിന്റെ കാര്യങ്ങളും കളിക്കുന്നതിന്റെ കാര്യങ്ങളും എന്താണ് പഠിക്കുന്നതിന്റെ കാര്യങ്ങളിലെ എല്ലാത്തിനെയും കൂടെ നമ്മൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പോകുന്നോണേ. അമ്മ പറയാണ് അരുൺ സ്ലീപ്സ് 10 PM and wakes up 6 AM. അരുൺ രാത്രി 10 മണിക്ക് ഉറങ്ങിയാൽ രാവിലെ 6 മണിക്ക് എഴുന്നേക്കും. അങ്ങനെ ഉറങ്ങുന്നത് എത്ര മണിക്കൂറാണ്? 10 തൊട്ട് 6 വരെ എത്ര മണിക്കൂറുണ്ട്? ടോട്ടൽ 8 hours. 8 hours എന്ത് ചെയ്യും? ഉറങ്ങും അല്ലെ. He plays from 7 to 8 AM. രാവിലെ 7 മണി തൊട്ട് 8 മണി വരെ കളിക്കും അല്ലെ. അപ്പൊ അവിടെ 1 hour കളിക്കുന്നുണ്ട്. And again from 4 to 6 PM. രാവിലെ 1 മണിക്കൂർ കളിക്കും. വൈകുന്നേരം 4 to 6 PM. വൈകുന്നേരം 2 മണിക്കൂർ കളിക്കും. അപ്പൊ ഒരു ദിവസം എത്ര മണിക്കൂർ കളിക്കും? രാവിലത്തെ 1 മണിക്കൂറും വൈകിട്ടത്തെ 2 മണിക്കൂറും. ടോട്ടൽ 3 മണിക്കൂർ കളിക്കാനായിട്ട് ചെലവഴിക്കും. ഇനിയോ സ്റ്റഡി പ്ലേയിങ് 1/8 of the day. ശരിയാണ്. ഇനി സ്റ്റഡി 1/4 of a day. അപ്പൊ നമുക്കറിയാം എന്താണ് പഠിക്കാനായിട്ട് 1/4 hours എന്നാണ് പറയുന്നത്. 1/4 hours ഒരു ദിവസത്തിന്റെ 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദിവസം നമുക്കറിയാം 24 മണിക്കൂറുണ്ട് അല്ലെ. 24 hours ഉണ്ട്. ആ 24 hoursന്റെ 1/4 എന്ന് വെച്ചാൽ എന്താണ്? 24 into 1/4. അപ്പൊ 24 into 1/4. 24 into 1/4 എന്ത് കിട്ടും? 24 into 1 എന്താണ്? 24. 24 divided by 4 എന്ത് കിട്ടും? 6 hours. അപ്പൊ പഠിക്കാനായിട്ട് 6 മണിക്കൂർ ചെലവഴിക്കും. മറ്റേതൊക്കെ ഉറങ്ങുന്ന കാര്യമൊക്കെ അമ്മ പറഞ്ഞ സമയം വെച്ച് നമുക്ക് 8 മണിക്കൂർ, നമുക്ക് കളിക്കുന്നത് 3 മണിക്കൂർ അത് കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷെ പഠിക്കുന്നതിന്റെ കാര്യത്തിൽ ഫ്രാക്ഷൻ ആണ് പറഞ്ഞിരുന്നത്. 1/4 എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ 1/4 നമ്മൾ എത്ര മണിക്കൂറാണ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം ഒരു മണിക്കൂർ, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറുണ്ട്. അപ്പൊ 24ന്റെ 1/4 എടുക്കുക. 24 into 1/4 that is equal to 24 divided by 4 is equal to 6 hours. അപ്പൊ പഠിക്കുന്ന കാര്യത്തിന് 6 മണിക്കൂർ ചെലവഴിക്കും അല്ലെ. ഇനി അപ്പൊ നമുക്ക് എഴുതാലോ. ഹൗ മെനി ഹവേഴ്സ് ഡസ് അരുൺ ടേക്ക് ഫോർ സ്ലീപ്പിംഗ്? സ്ലീപ്പിങ്ങിനായിട്ട് എത്ര മണിക്കൂർ ചെലവഴിക്കും? 8 hours. അവിടെ എനിക്ക് എല്ലാവരും 8 hours. സ്റ്റഡിങ്ങിനായിട്ടോ 6 hours. സ്റ്റഡിങ്ങിനായിട്ട് 6 hours നമ്മൾ കണ്ടുപിടിച്ചു. ഇനി പ്ലേയിങ്ങിനായിട്ടോ 3 hours. നമ്മൾ ആ സമയം അമ്മ പറഞ്ഞ അനുസരിച്ച് കണ്ടുപിടിച്ചു. പ്ലേയിങ്ങിന് 3 hours. നമുക്ക് ആ ഒരു സ്ലീപ്പിംഗ് ചാർട്ട് മൊത്തം 24 കോളംസ് ഉണ്ട്. ഓരോ കളേഴ്സ് എടുക്കാം. സ്ലീപ്പിങ്ങിന് ഒരു റെഡ് കളർ, 8 സ്ഥലത്ത് റെഡ് കളർ, ആ ഒരു പിങ്ക് കളർ കൊടുക്കുക. സ്റ്റഡിങ്ങിന്റെ അവിടെ ഗ്രീൻ ക്രയോൺസ് ഉപയോഗിച്ച് 6 ഭാഗത്ത് കളർ ചെയ്യുക. പ്ലേയിങ്ങിന് 3 കോളംസ് ബ്ലൂ കളർ ഉപയോഗിച്ച് കളർ ചെയ്യുക. ഓക്കെ, അങ്ങനെ ആ കളർ ബോക്സ് കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് പാർട്ട് ഓഫ് ദ ഡേ ഡസ് ഹി യൂസ് ഫോർ അതർ ആക്ടിവിറ്റീസ്? കളിക്കുന്ന കാര്യം പറഞ്ഞു, പ്ലേയിങ്ങിന്റെ കാര്യം പറഞ്ഞു, സ്റ്റഡിങ് പറഞ്ഞു, സ്ലീപ്പിംഗ് പറഞ്ഞു. ഇനി അത് ആക്ടിവിറ്റീസ് ഒക്കെ ഇല്ലേ? ഭക്ഷണം കഴിക്കുക, കുളിക്കുക, എന്താണ് റെസ്റ്റ് എടുക്കുക, അങ്ങനെയുള്ള ഒരുപാട് മറ്റു ചില കാര്യങ്ങളെല്ലാം ഉണ്ടല്ലേ. ആ കാര്യങ്ങൾക്കെല്ലാം ഒരു ദിവസം ഈ നമ്മുടെ അരുൺ എത്ര മണിക്കൂർ ചെലവഴിക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കും? നമുക്കറിയാം ഒരു ദിവസം 24 മണിക്കൂറെന്നറിയാം അല്ലെ. 1 day is 24 hours. Then how will I find out 1/3 of a day? Okay, നമുക്കറിയാം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ എന്നറിയാം. അതിൽ എത്ര മണിക്കൂർ കളിക്കും, എത്ര മണിക്കൂർ ഉറങ്ങും, എത്ര മണിക്കൂർ പഠിക്കും എന്നുള്ളത് കണ്ടുപിടിച്ചു. അങ്ങനെയെങ്കിൽ ബാക്കി എത്ര മണിക്കൂർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ പോലെ മറ്റു ആക്ടിവിറ്റീസിനൊക്കെ ബാക്കി സമയമായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഉള്ള തന്നേക്കുന്ന ആക്ടിവിറ്റീസിന് സമയം എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്യാം. 8 + 6 + 3 എന്താണ്? 17 hours അല്ലെ. 17 hours. അപ്പൊ ഇത് മൊത്തം കാര്യങ്ങൾ ചെലവഴിക്കാനായിട്ട് 17 hours ഉപയോഗിക്കും അല്ലെ. ഉറങ്ങുന്നതിനും കളിക്കുന്നതിനും സ്റ്റഡിങ് ചെയ്യുന്നതിനും 17 hours ഉപയോഗിക്കും. അങ്ങനെയെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടി എത്ര മണിക്കൂർ ഉപയോഗിക്കും എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 24 - ഈ 17 എന്താണ്? 7 hours. അപ്പൊ അതർ ആക്ടിവിറ്റീസിന് എന്താണ്? 7 hours ഉപയോഗിക്കും. ടെക്സ്റ്റിൽ തന്നെ എഴുതിയാൽ മതി കേട്ടോ. മറ്റ് ആക്ടിവിറ്റീസിനൊക്കെ 7 hours ഉപയോഗിക്കും. എല്ലാവരും എഴുതുക. സ്ലീപ്പിന്റെ അവിടെ 8 hours, സ്റ്റഡിങ്ങിന്റെ അവിടെ 6 hours, പ്ലേയിങ്ങിന്റെ അവിടെ 3 hours.
ഇനി what part of the day does he use for the other activities എന്ന് കിടക്കുന്നിടത്ത് the 8 plus 6 plus 3 is equal to 17 hours. Therefore 24 minus 17 is equal to 7 hours. Okay, അപ്പോൾ remaining hours other activities ന് വേണ്ടി remaining സമയം എത്ര കൊടുക്കുന്നുണ്ട്? ഒരു 7 hours. അതിന്റെ what part of the day എന്ന് ചോദിച്ചേക്കാം. അതിന്റെ ഒരു ദിവസത്തിൽ ആ 7 hours നമ്മൾ ഫ്രാക്ഷൻ ആക്കുന്നത് എങ്ങനെയാണ്? ആ 7 hours ഫ്രാക്ഷൻ ആക്കുന്നത് എങ്ങനെയാണ്? എങ്ങനെ എഴുതും? ചിന്തിച്ചു നോക്കിയേ. 7/24 നമുക്ക് തന്നേക്കുന്ന ആ സമയം ബൈ ടോട്ടൽ സമയം അല്ലെ? 7/24 part of the day uses for other activities എന്ന് എഴുതിക്കുക. 7/24 part of the day text തന്നെ എഴുതിയാൽ മതി. uses for other activities. Okay, എല്ലാം ഈ കാര്യങ്ങളെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ വെച്ചിട്ടാൽ മതി. 7/24 part of the day uses for other activities. other activitiesന് വേണ്ടി 7/24 part ആണ്. നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ? 7ന്റെ ടേബിൾസിൽ വരത്തില്ല, 24 നമ്പർ വരത്തില്ല അല്ലെ? അപ്പൊ നമുക്കിത് ചെറുതാക്കി എഴുതാൻ സാധിക്കത്തില്ല. അപ്പോൾ എന്താണ് മറ്റും രണ്ട് എന്താണ്? അപ്പൊ നമുക്ക് 7/24 എന്നുള്ള ആ ഫ്രാക്ഷൻ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. 7/24 part of the day uses for the other activities. other activitiesന് വേണ്ടി 7/24 part ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി പേജ് നമ്പർ 68, സ്കൂൾ മാഗസിൻ. ഓക്കെ, a school has decided to bring out a magazine every quarter of the year. ഒരു വർഷത്തിന്റെ ക്വാർട്ടർ അല്ലെ, 1/4 ഭാഗം അല്ലെങ്കിൽ അല്ലെ 1/4 ഭാഗം എന്താണ്? ഒരു മാഗസിൻ, സ്കൂൾ മാഗസിൻ റിലീസ് ചെയ്യാൻ വേണ്ടി സ്കൂൾ അധികൃതർ എന്താണ് ശ്രമിക്കും അല്ലെ? നമുക്കറിയാം ഒരു വർഷം എന്ന് പറയുന്നത് എന്താണ്? 12 മാസങ്ങളുണ്ട് അല്ലെ? ആ 12 ക്വാർട്ടർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ക്വാർട്ടർ എന്ന് വെച്ചാൽ 1/4 ആണ്. അപ്പോ ആ ക്വാർട്ടറിൽ എത്ര മാസം, ആദ്യത്തെ ക്വാർട്ടറിൽ എത്ര മാസം വരെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 12 × 1/4 ചെയ്യണം. ഓക്കെ, ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 12 മാസത്തിന്റെ ക്വാർട്ടർ എന്താന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? 12 × 1/4. 12 × 1/4 എന്താണ്? 12 × 1 12, 12 × 1/4 എന്താണ്? 3. അപ്പൊ ആദ്യത്തെ 3 മാസം ഒരു ക്വാർട്ടർ ആണ് അല്ലെ? രണ്ടാമത്തേത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? പിന്നെ 3 ആഡ് ചെയ്യാം, സത്യമല്ലേ? ആ, 3 ആഡ് ചെയ്യുമ്പോൾ 6 കിട്ടും. പിന്നെ 9, പിന്നെ 12. മൊത്തം 4 ക്വാർട്ടേഴ്സ് ഉണ്ട്. രണ്ടാമത്തെ ക്വാർട്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 12 × 2/4 that is equal to 24/4. that is equal to എന്ത് കിട്ടും? 6 കിട്ടും. മൂന്നാമത്തെ ക്വാർട്ടർ കണ്ടുപിടിക്കാൻ എത്ര നമ്പർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ 12 × 3/4 that is equal to എന്താണ്? 9 കിട്ടും. ഇനി 12 × നാലാമത്തെ ക്വാർട്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 12 × 4/4 that is equal to 12 itself അല്ലേ? അപ്പം ആദ്യത്തെ 3, പിന്നെ 6, പിന്നെ 9, പിന്നെ 12. സത്യമല്ലേ? അപ്പൊ ഒരു വർഷത്തില് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ആ വർഷത്തെ 4 ആയിട്ട് ഭാഗിച്ചെങ്കിൽ ആ ഒരു ഭാഗത്തിനെയാണ് ക്വാർട്ടർ എന്ന് പറയുന്നത് അല്ലെ? How many magazines will they have in a year? അങ്ങനെയെങ്കിൽ ഒരു വർഷം എത്ര മാഗസിൻസ് ഉണ്ടാവും? നമുക്കറിയാം ഒരു വർഷം 12 മാസമുണ്ട്. അതുകൊണ്ട് ആ 12 ക്വാർട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? 3 ആണല്ലേ? ആ 12 ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ 3 വെച്ച് നമ്മൾ ആഡ് ചെയ്താൽ 3, 6, 9, 12. അപ്പൊ ടോട്ടൽ 4 മാഗസിൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ ഒരു വർഷം ആ ഒരു സ്കൂളിൽ 4 മാഗസിൻസ് ഉണ്ട്. അവിടെ എഴുതിക്ക് എല്ലാവരും. How many magazines will they have in a year? 4 magazines. If they want to print it at the end of each quarter of a year, which are the months for printing? Mark the number for those months. Okay. അങ്ങനെയെങ്കിൽ അത് ഏതൊക്കെ ഓരോ ക്വാർട്ടറിന്റെ അവസാനത്തെ മാസത്തിലാണ് ആ മാഗസിൻസ് അവർ റിലീസ് ചെയ്യുന്നതെങ്കിൽ അത് ഏതൊക്കെ മാസമായിരിക്കും അവർ റിലീസ് ചെയ്യുന്നത്? ഫസ്റ്റ് ക്വാർട്ടർ 1, 2, 3. മൂന്നാമത്തെ മാസം ഏതാണ്? മാർച്ച്. ആ മാർച്ച് മാസത്തിലായിരിക്കും അവർ ഫസ്റ്റ് മാഗസിൻ റിലീസ് ചെയ്യുന്നത്. പിന്നെ 4, 5, 6 ആറാമത്തെ മാസം ജൂൺ ആണ്. അപ്പൊ ജൂണിലായിരിക്കും രണ്ടാമത്തെ മാഗസിൻ റിലീസ് ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെ ക്വാർട്ടർ 7, 8, 9 സെപ്റ്റംബർ ആണ്. 9th മാസം സെപ്റ്റംബർ ആണ്. അപ്പൊ സെപ്റ്റംബറിലായിരിക്കും മൂന്നാമത്തെ മാഗസിൻ റിലീസ് ചെയ്യുന്നത്. ഇനി നാലാമത്തെ മാഗസിൻ റിലീസ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? എന്താണ്? ഡിസംബറിലാണ് അല്ലെ? അപ്പൊ ഏതൊക്കെ മാസം ചോദിച്ചാൽ അവിടെ എഴുതിക്കുക എല്ലാവരും. മാർച്ച്, ജൂൺ, സെപ്റ്റംബർ, ഡിസംബർ. 3, 6,
9, 12 അത്രയും നമ്പറിൽ സർക്കിൾ ചെയ്യുക. 6 സർക്കിൾ ചെയ്യുക, 9 സർക്കിൾ ചെയ്യുക, 12 സർക്കിൾ ചെയ്യുക. ഓക്കെ, അങ്ങനെ ആ മാസങ്ങളിലെല്ലാം അവര് മാഗസിൻസ് എന്താണ് ആ സ്കൂളുകാർ റിലീസ് ചെയ്യും അല്ലേ. ഇനി അടുത്ത സ്ലീപ്പിംഗ് ബ്യൂട്ടി. ഹാവ് യു ഹേർഡ് ഓഫ് കുംഭകർണ, ദ ബ്രദർ ഓഫ് രാവണ? രാവണന്റെ ബ്രദറായ കുംഭകർണനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? He is famous for sleeping for half a year. ഒരു വർഷത്തിന്റെ പകുതി ദിവസത്തോളം ഉറങ്ങുന്ന കാര്യത്തിൽ അദ്ദേഹം പ്രസിദ്ധനാണ് അല്ലേ. Most people sleep about 8 hours a day. ഒട്ടുമിക്ക ആൾക്കാരും ഒരു ദിവസത്തിൽ 8 മണിക്കൂർ ഉറങ്ങും. Then what part of the day it is? അങ്ങനെയെങ്കിൽ എന്താണ് ആ 8 മണിക്കൂറിനെ എന്താണ് ആ ദിവസത്തെ എത്ര ഭാഗമായിട്ട് പറയാൻ സാധിക്കും? നമുക്കറിയാം ഒരു ദിവസം 24 മണിക്കൂറാണെങ്കിൽ ആ 8 മണിക്കൂറിനെ 8/24 എന്ന ഫ്രാക്ഷനിൽ എഴുതാൻ പറ്റും അല്ലേ. 8/24 എന്ന ഫ്രാക്ഷനിൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കിയാലോ? 2 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. 2 divided by 8 എന്താണ്? അല്ല, 8 divided by 2 എന്താണ്? 4. ഇനിയോ 24 divided by 2 എന്താണ്? 12. നമുക്ക് ഇനിയും ഡിവൈഡ് ചെയ്യാൻ സാധിക്കും അല്ലെ. 4 വെച്ച് ഡിവൈഡ് ചെയ്താലോ? എങ്ങനെയാണ്? 4 divided by 4 1 ആണ്. അപ്പൊ 4 divided by 12 എന്താണ്? 3 ആണ്. അപ്പം ശരിക്കും ആൻസർ എന്താണ്? 1/3 അല്ലെങ്കിൽ 8/4 പാർട്ട്, അല്ലെങ്കിൽ ചെറുതാക്കി പറഞ്ഞാൽ 1/3 പാർട്ട് ഓഫ് ദ ഡേ ആണ് നമ്മളെ സാധാരണ മനുഷ്യര് എന്താണ് അവിടെ ഉറങ്ങാൻ എടുക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ എല്ലാവരും എഴുതി 8/4 is equal to 1/3 part of a day that used for sleep അല്ലെ. ഇനി so what part of a year do you sleep? നമ്മൾ എത്ര പാർട്ട് നിങ്ങൾ എത്ര മണിക്കൂർ ഉറങ്ങും എന്ന് ആദ്യമേ ഒന്ന് ക്ലോക്കിൽ ചെക്ക് ചെയ്യുക. എന്നിട്ട് എന്റെ ഫ്രാക്ഷൻ എടുക്കാൻ ശ്രമിക്കുക. എത്ര മണിക്കൂറാന്ന് കണ്ടെടുക്കുക, ഡിവൈഡ് ബൈ 24 ആക്കുക. എന്നിട്ട് ചെറിയ ഫ്രാക്ഷൻ ആക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതാണ് അതിന്റെ പാർട്ട് എന്ന് പറഞ്ഞ് അവിടെ എഴുതുക. ഓക്കെ, ഇത്ര പാർട്ട് ഇവിടെ 1/3 പാർട്ട് ഓഫ് ദ ഡേ we used for sleep. A person 60 years old must have slept. അങ്ങനെയെങ്കിൽ നമ്മൾ ഒരു ദിവസം 1/3 ഭാഗം ഉറങ്ങുന്നുണ്ടെങ്കിൽ 60 വയസ്സുള്ള ഒരു വ്യക്തി എത്ര അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എത്ര ഭാഗം ഉറങ്ങിയിട്ടുണ്ടാവും? 1/3 into 60 അല്ലെങ്കിൽ 8/4. ഒരു ദിവസം 8 മണിക്കൂറാണ് ഉറങ്ങുന്നത്. 8/4 into 60 ചെയ്താലും 1/3 into 60 ചെയ്താലും ഒരേ ഉത്തരം കിട്ടും. ഉത്തരം എന്താണ്? 20 years. അപ്പൊ 60 വയസ്സുള്ള വ്യക്തി എന്താണ്? 60 വയസ്സുള്ള വ്യക്തി 8 മണിക്കൂർ ഒരു ദിവസം ഉറങ്ങുമെങ്കിൽ 1/3 ഭാഗമാണ് ഒരു ദിവസം അദ്ദേഹം ഉറങ്ങുന്നത്. അപ്പോൾ 60 വയസ്സുള്ള വ്യക്തി എത്ര വർഷം ഉറങ്ങിയെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 1/3 into 60 ചെയ്യുക, അല്ലെങ്കിൽ 8/24 into 60 ചെയ്യുക. അപ്പോൾ ടോട്ടൽ 20 അല്ലെ. 60 വയസ്സുണ്ടെങ്കിൽ 20 വർഷവും അത്രയും 50 വർഷത്തിന്റെ സമയം കംപ്ലീറ്റും 60 വയസ്സുള്ള വ്യക്തി ഉറങ്ങാൻ ചെലവഴിച്ചു അല്ലെ. എന്ത് വണ്ടറാണല്ലേ. പേജ് നമ്പർ 68 വരെയുള്ള വർക്ക്സ് എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്യണമെന്ന് മിസ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും മനസ്സിലാക്കി സ്വന്തം ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. അപ്പൊ എല്ലാവരും ഹോംവർക്ക് ചെയ്ത് മിസ്സിനെ അയക്കുകയും വേണം. ഓൾ ദ വെരി ബെസ്റ്റ്.